നാഥനില്ല കളരി, നാഥനുണ്ട് പക്ഷേ പ്രതിഷ്ഠ ഉണ്ടെന്നേ ഉള്ളൂ. പ്രതിഷ്ഠയിൽ നിന്ന് അധികം കിരണങ്ങളോ അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ ഐശ്വര്യ ബിംബങ്ങളോ ഒന്നും ആർക്കും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? നാഥൻ നിദ്രയിലാണ്. വേനൽ നിദ്ര കഴിഞ്ഞു, ഇപ്പം മഴക്കാല നിദ്രയിലാണ്. അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന ഊരിപ്പിടിച്ച വാളിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോയതിൻ്റെ ക്ഷീണമായിരിക്കും ഇപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ പറയുന്ന സുഖവാസ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ വിഷയങ്ങളിൽ പി അൻവറിൻ്റെ പ്രസ്താവനകൾ നമ്മൾ ഇന്ന് കണ്ടതാണ്. അദ്ദേഹം വന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഉരുക്ക് കമ്പി എങ്ങനെയാണോ മുറിക്കാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ ഉപ്പിട്ടാലും എങ്ങനെയാണ് നീണ്ട മാസങ്ങളുടെ പ്രയത്നങ്ങൾക്കൊടുവിലാണ് അവന് ഈ രക്ഷപ്പെടാനായിട്ട് സാധിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇതിന് മാത്രം ഉപ്പ് ഇവൻ എവിടുന്ന് കിട്ടി? ആഹാരം കഞ്ഞി കുടിക്കാൻ കൊടുക്കുന്നുള്ള ഉപ്പാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഉപ്പ് അവനെടുത്ത് മാറ്റി വെച്ചു എന്ന് പറയാം. എന്നും ഇവന് കഞ്ഞി തന്നെയായിരുന്നു. ഇതിന് മാത്രം കമ്പി ഇങ്ങനെ തുരുമ്പിക്കാൻ പാകത്തിന് ഉപ്പ് കിട്ടാനായിട്ട് അത് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് വന്ന് കിടക്കുന്നതാണോ? പോലീസുകാർ അങ്ങനെ കണ്ടിട്ട് അവന് കൊടുത്താണ്. ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് വന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. ഞാൻ കമൻറ്റിലൊക്കെ കണ്ടൊരു കാര്യമാണ്, ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ആളൂരിൻ